ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും മഴ തന്നെയാണ് കേട്ടോ. ഒന്ന് പെയ്ത് തോന്നിട്ടേ ഉള്ളൂ. ഇന്നൊരു വയ്യാത്ത ദിവസത്തെ വ്ളോഗ് കേട്ടോ. ഒരു ചൂടുകളൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വയ്യാതായ പിന്നെ നാസ്തയൊന്നും ഞാൻ കാര്യമായിട്ടുണ്ടാക്കില്ല. തീരെ വയ്യാണ്ടായാൽ കഞ്ഞി തന്നെയാണ് കേട്ടോ. നമ്മൾ നാസ്ത എന്ന് പറയുന്നത് കഞ്ഞി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ കർക്കിടക്കഞ്ഞിയില്ലേ, കർക്കിടക്കഞ്ഞിയിലെ ഇത് 2-3 കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കർക്കിടക്കഞ്ഞി ആയിക്കോട്ടെന്ന് കരുതി ഞാൻ അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ലപോലെ വേവിച്ച് തേങ്ങ അരച്ച് ചേർക്കും. തേങ്ങ പാലൊന്നും ചേർക്കുന്നില്ല. തേങ്ങക്കിപ്പം ക്ഷാമമാണ്, തീ വിലയാണല്ലോ. അതുകൊണ്ട് തേങ്ങ അരച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കഞ്ഞി ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ ഓഫാക്കി. ഇപ്പോൾ ചെറുപയർ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെറും അവരരിയും ആശാളി ഉലുവൊക്കെ ആയാലും എന്തോ പോലെ അതിൻ്റെ കൂടെ ചെറുപയറും കൂടി ചേരുമ്പോൾ ഒരു ടേസ്റ്റൊന്നും വേറെ ലെവലാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇന്ന് മറ്റേ മരുന്ന് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഉണ്ടാക്കി. ഈ പാത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഇരുട്ടി പോയപ്പോൾ വാങ്ങിയതാണേ. ഒരു 150 രൂപയുടെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് പാത്രമൊക്കെ ഒന്ന് കണ്ടു. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പാത്രം എനിക്ക് വാങ്ങുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങിയില്ല. ഈ ഒരു പാത്രം മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ ഒരു ടിഫിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല പാത്രം കേട്ടോ. ചൂടുവെള്ളം വെക്കാനും ചായയൊക്കെ വെക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല വായുവൊക്കെയുള്ള അടിപൊളി പാത്രമാണ്. ഇന്ന് സത്യം പറഞ്ഞ ഒരു പണി ഒരുങ്ങിയില്ല കേട്ടോ. രാവിലെ തന്നെ മഴയും വയ്യാണ്ടായതുകൊണ്ട് ഇത് നമ്മുടെ ഉണ്ട ഉണ്ടാക്കിയതാണ് കേട്ടോ. അരിയുണ്ട, കർക്കിടകം എന്നൊക്കെ പറയില്ലേ, അരിയുണ്ടയാണ്. അടിപൊളി അരിയുണ്ടയാണ് കേട്ടോ. ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു, പക്ഷേ ഹറിപറിയായി ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഉടനെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. പലയാളും പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഇത് നമ്മളേതായ രീതിയിൽ ചെയ്തതാണ് കേട്ടോ. ചെറിയ ഉണ്ടയാണ് പിടിച്ചത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് തിന്നാൽ ഓക്കെയാണ്. മറ്റേ വലിങ്ങനെ നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ എന്താ പറയുക, അത് പിന്നെ ബാക്കിയാവും. ഒരു വലിയ ഉണ്ടയൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സൈസ് ഉണ്ടയാകുമ്പോൾ ചായക്ക് ഒരുണ്ട ഓക്കെ, ഇനഫാണ്. അപ്പോൾ ഇത് ഞാൻ മോനിക്ക് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ ഇന്നലെ മോനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണിത്, ഈ അരിയുണ്ടെന്ന് പറയുന്ന സംഭവം. അപ്പോൾ അവനിക്കൊരു 10-15 എണ്ണം അവനിക്ക് ഞാൻ കൊടുത്തു, അവിടെ കൊടുത്തു. പിന്നെ ഒരു 5-6 എണ്ണം, ഒരു 5-10 എണ്ണം നമ്മളും കൂടെ നമുക്ക് സ്റ്റോക്ക് ചെയ്തു കേട്ടോ. പണിയുണ്ട്. അപ്പോൾ 2-3 ദിവസമായി എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള മഴയായതുകൊണ്ട് തുണിയൊന്നും അലക്കാണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇന്നൊരു ട്രിപ്പ് ഇതേ അലക്കിയിട്ടു. ഞാൻ ആറിയിടാൻ വേണ്ടി മുറ്റത്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വീണ്ടും മഴ. നമ്മളെ ഹാളൊക്കെ ഇപ്പോൾ ഇതേ തുണി ആറിയിടാനുള്ള ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ കേട്ടോ. വേറെ നിവൃത്തിയില്ല, മഴയായതുകൊണ്ട് പുറത്തിടാനും പറ്റില്ല, വർക്ക് ഏരിയയിലിട്ടാൽ അതും പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതാണ് അവസ്ഥ. മേലെയൊക്കെ അവർ റെഡിയാക്കി തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 അയൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് തണുപ്പടിക്കുന്നത്, ചാറിലടിച്ചിട്ട് തുണി അങ്ങനെ ഉണങ്ങി കിട്ടുന്നില്ല. ഫുൾ അലങ്കോലായി കിടക്കുകയാണ്. അപ്പോൾ 1 മുതൽ എനിക്ക് പണി തുടങ്ങണം. മെല്ലെ മെല്ലെ എടുക്കാനാണ് ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് വെക്കണം, ഇത് വിരിച്ചിടണം, അടിക്കണം, വാരണം, ഒക്കെ പണിയുണ്ട്. ഇന്ന് ചോറ് എന്തായാലും വെക്കുന്നില്ല, കഞ്ഞി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വൈകുന്നേരം ഒന്ന് റെഡി ആയിട്ടാകുമ്പോൾ ഉണ്ടാക്കാമെന്ന് വരും. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ ഇതേ നമ്മുടെ മെഷീനിലിട്ടിട്ടുണ്ട്. കഞ്ഞി ഇവിടെ റെഡിയായി കേട്ടോ. കുറുകില്ലേ, നമ്മൾ ഓഫാക്കി വെച്ചിട്ട് പോയതായിരുന്നു കേട്ടോ. കുറുകി വന്നിട്ടുണ്ട്. അത് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള കഞ്ഞിയായിട്ടുണ്ട്. ഇനിയൊന്ന് പെട്ടെന്ന് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട്
കഞ്ഞി കുടിക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. അതുകൊണ്ട് വേഗം ക്ലീൻ ചെയ്യലാണ്. ഇരുന്നാടി ആയിപ്പോവും. അതുകൊണ്ട് ടേബിളിലെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം മാറ്റി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എല്ലാം അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. നിഫ്കുട്ടി ഓരോ സാധനം ഇങ്ങനെ കൊണ്ടുപോയി. ഈ കുക്കീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതും നട്ട്സും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും. പിന്നെ ടി വി ഏരിയും ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കുന്നുണ്ട്. ഓൾറെഡി ക്ലീനാണ്. പിന്നെ നമ്മുടെ എലി ശല്യം ഉള്ളതുകൊണ്ട് എലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വയറൊക്കെ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്റർ വയറൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താക്കുന്നു യാതൊരു പിടിയില്ല കേട്ടോ. ഇനി ബാബ വരേണ്ടി വരും. ടി വിയുടെ വയർ കട്ട് ചെയ്ത് അത് ഇപ്പം റെഡിയാക്കി എടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ എലീൻ്റെ ഒരു ശല്യം നമ്മൾ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ മരുന്നൊക്കെ വാങ്ങി 2-3 എലി നമുക്ക് നമ്മളെ പിടിയിലായി കേട്ടോ. അതുകൊണ്ട് ഇപ്പം 2 ദിവസമായിട്ട് ശല്യം കുറവുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അടിച്ചു വാരലൊക്കെ എല്ലാം പെട്ടെന്ന് അങ്ങനെ തീർത്തു. അടുക്കളയും സ്പീഡപ്പായിട്ട് തന്നെ അടിച്ചു വാരി ബർത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. കഴുകാനുള്ള പാത്രമൊക്കെ കഴുകിയിട്ടു. നമ്മുടെ അലക്കിയ തുണിയൊക്കെ ഇവിടെ ഇട്ടു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഹാളിൽ തന്നെ വിരിച്ചിട്ടു. പിന്നെ അടുക്കളയിലേക്ക് പോയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വിട്ടു. പിന്നെ കാര്യമായിട്ട് ഇന്ന് കുക്കിംഗ് ഒന്നും നടക്കുന്നില്ല. ഇതാണ് നമ്മൾ 150 വാങ്ങിയ ടിഫിൻ എന്ന് പറഞ്ഞില്ലേ, ഇതായിരുന്നു കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. മെയിനായിട്ട് മോനെ കാണാൻ പോകുമ്പോൾ അവന് ടിഫിന് രാവിലെ നാസ് കൊണ്ടുപോകും. അപ്പോൾ വൈകുന്നേരം വരെ വിസിറ്റിംഗ് ടൈമുള്ളേരം രാവിലെ നാസ് ഞാൻ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള ടിഫിൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു തട്ടിൽ എനിക്ക് കൊടുക്കുക, ഒരു തട്ടിൽ മോനും കൊടുക്കുക. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. അടിപൊളി തട്ടും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ 2ാമത്തെ ട്രിപ്പിലെ തുണിയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിരുന്നു ഇതേപോലെ ആറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണി എടുക്കാൻ വന്നപ്പോൾ ജീൻസിൻ്റെ ഉള്ളിൽ ഞാൻ ഒരാളെ കണ്ടു കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഷായ്മോൻ്റെ ജീൻസ് പാൻറ്റാണ്. ദിഫുവാണ് ഇപ്പോൾ ഇടുന്നത്. അതിൻ്റെ ഉള്ളിൽ നോക്കി ഇതേ ഒരാൾ സേഫായി ഇരിക്കുന്നുണ്ടോ, എത്ര ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പിന്നെ അതിനെ ഇടങ്ങാറാക്കാനൊന്നും പോയില്ല കേട്ടോ. അതവിടെ സേഫായി ഇരുന്നോട്ടെ എന്ന് കരുതി. ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ ഡ്രസ്സ്. ഞാൻ പറഞ്ഞു പക്ഷേങ്കിലും എടുത്തില്ല കേട്ടോ. നമ്മളായിട്ട് ഒരു ജീവിനെ ഉപദ്രവിക്കണ്ടല്ലോ. പൂമ്പാറ്റയാണോ ഇനി കടവാതിലാണോ എന്നറിയില്ല കേട്ടോ. 2 കണ്ണൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാനിങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ 2-3 ഡ്രസ്സ് ആറിയിട്ട് നമുക്ക് നമ്മുടെ ഹാളിൽ നമുക്ക് കൊണ്ടില്ല, പുറത്തും കൊണ്ടില്ല. അപ്പോൾ വെയിലുണ്ടെങ്കിൽ പുറത്തൊന്ന് ആറിയിടാന്ന് കരുതിയിട്ടുണ്ട്. വെയിൽ അത്യാവശ്യം തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇടാമെന്ന് കരുതിയിട്ട് നമ്മൾ സോഫയിൽ വെച്ചിട്ടുണ്ട്. ഉണങ്ങിയ തുണി അവിടെ മടക്കി വെക്കാനുണ്ട്. രാവിലത്തെ പണികൾ ഇതന്നെയല്ലേ, എല്ലാ വീട്ടിലും ഇതൊക്കെയല്ലേ. അപ്പോൾ ഫാൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫാൻ ഇടുമ്പം നിലത്തിങ്ങനെ ഇതേപോലെ വെള്ളം പൊട്ടുന്നുണ്ട് കേട്ടോ. മഴക്കാലമായതുകൊണ്ടാണ്. അല്ലാണ്ട് ഇവിടെ വെള്ളമൊന്നും പൊട്ടില്ല. മഴക്കാലമായപ്പോൾ അതേ വെള്ളം പൊട്ടുന്നുണ്ട്. നമ്മൾ തുടച്ച പോലെയുള്ള കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ആറിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഫാനിട്ടിട്ട് എന്നും ഇങ്ങനെ എന്താ പറയുക തുണി ഉണക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു വെയിലുണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് മുണ്ട് മാത്രം മുറ്റത്തിട്ടു. എന്നിട്ട് ഞാൻ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പണിയൊക്കെ ഒരുങ്ങിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. സമയം ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വയ്യാണ്ടായി അങ്ങനെ നമുക്കങ്ങനെ വിശക്കൂല. എനിക്ക് പൊതുവേ അങ്ങനെ കേട്ടോ. തീരെ വയ്യാണ്ടായാൽ വിശപ്പ് കുറവായിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളെ അരിയുണ്ടി ഒരു ഗ്ലാസ് കട്ടനും കുടിച്ചിട്ടാണ് ഇത്രയും സമയം നമ്മൾ നിന്നതും നമ്മളെ പണിയൊക്കെ ചെയ്തത്. ഇനി നമ്മുടെ കർക്കിടക്കഞ്ഞിയും ചൂടുവെള്ളം കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അതിനിടയിൽ കൂടി. ഈ വെയിൽ ഏത് നിമിഷം പോകും കേട്ടോ. അപ്പോൾ മഴ പെയ്യാനൊരു ടെൻഡൻസി കാണുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് നമ്മളെ തുണി എടുത്തിട്ട് വന്നു കേട്ടോ. കഞ്ഞിയുടെയൊക്കെ കഴിഞ്ഞു. രാത്രി പോലെയല്ല കേട്ടോ. രാത്രി എന്നല്ല പറയുന്നത്. ലൈറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മളെ ഹാൾ മൊത്തം ഇരുട്ടാണ്. കറക്റ്റ് മാറ്റിക്കൊണ്ട് ഇച്ചിരി വെട്ടമുണ്ട്. അടുക്കളയായാലും ഫുൾ ഇരുട്ടാണ് കേട്ടോ. പറഞ്ഞു തീർന്നില്ല, ദേ മഴ പെയ്തു. മഴയോട് മഴ തന്നെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വയ്യാത്തൊരു ദിവസത്തെ ചെറിയ വിശേഷങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.